അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം കേട്ടത്. ഈ വാക്കുകൾ കേട്ടതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ യാക്കോബ് ഒരു നേർച്ച നേരുന്നുണ്ട്. അതിപ്രകാരമാണ്: ദൈവം എന്നോട് കൂടെ ഇരിക്കണം, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കണം, ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരയണം, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നാൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. തന്നെയുമല്ല, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ദൈവത്തിന് യാക്കോബ് കൊടുത്ത വാഗ്ദാനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബ് ഭവനം വിട്ടിറങ്ങേണ്ടി വന്നത് തൻ്റെ മാതാവിൻ്റെ ഉപദേശം കേട്ടതുകൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. അമ്മ അവനോട് പറഞ്ഞത് അപ്പൻ്റെ അനുഗ്രഹം ഉപായത്താൽ കൈവശമാക്കുക എന്നാണ്. യാക്കോബ് മറുപടി കൊടുത്തത് അപ്പൻ എന്നെ തിരിച്ചറിഞ്ഞാൽ അനുഗ്രഹത്തിന് പകരം ശാപം എൻ്റെ മേൽ വരും എന്നാണ്. അതിനമ്മ പറഞ്ഞത് ആ ശാപം എൻ്റെ മേൽ വരട്ടെ എന്നും. എന്നാൽ ഏശാവ് യാക്കോബിനെ കൊല്ലുവാൻ അന്വേഷിച്ചപ്പോൾ അമ്മയുടെ വിധം മാറി, യാക്കോബെ ഓടിക്കോ, അല്ലെങ്കിൽ ഏശാവിൻ്റെ കയ്യാൽ നീ മരിക്കും എന്നാണ്. പാപം ചെയ്യുന്നതിനായുള്ള ആരുടെ ഉപദേശവും നാം സ്വീകരിക്കരുത്. കാരണം പാപത്തിൻ്റെ ഫലമായി നാം നേരിടേണ്ട പ്രശ്നങ്ങൾ നമ്മെ പാപം ചെയ്യുവാൻ ഉപദേശിക്കുന്നവർ ഏറ്റെടുക്കുകയില്ല. അപ്പനോട് അടുത്തപ്പോൾ വേണമെങ്കിൽ ഏശാവിൻ്റെ ശബ്ദം യാക്കോബിനെ അനുകരിക്കാമായിരുന്നു. എന്നാൽ അവനത് ചെയ്യാതെ തൻ്റെ ശബ്ദത്തിൽ കൃത്രിമത്വം ഒന്നും വരുത്താതെ താൻ ഏശാവാണെന്ന് അമ്മയ്ക്ക് വേണ്ടി നുണ പറയുന്നു. ഭോഷ്ക് പിശാചും അവൻ്റെ അപ്പനുമാകുന്നുവെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. എത്ര വലിയ നന്മയായാലും ഒരിക്കലും നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നാം ഭോഷ്ക് പറയാതിരുന്നാൽ അത് തന്നെ വലിയ നന്മയ്ക്ക് മുഖാന്തരമായി തീരും. ബേഥേലെന്ന് യാക്കോബ് പേരിട്ട സ്ഥലത്ത് അവശനായി തീർന്ന യാക്കോബ് കല്ല് തലയണയായി വെച്ചുകൊണ്ട് ഉറങ്ങുന്ന രംഗം ഒന്ന് ചിന്തിച്ചാൽ അവൻ്റെ ക്ഷീണം എത്ര കഠിനമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉടുത്ത വസ്ത്രമായി ഓടി രക്ഷപ്പെട്ട യാക്കോബിൻ്റെ നേർച്ചയിലെ ചില കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുവാൻ താല്പര്യപ്പെടുന്നു. യാക്കോബിന് ഇപ്പോൾ ഭക്ഷണമില്ല, വസ്ത്രം മാറുവാനില്ല, ഭയമുണ്ട്, സംരക്ഷണത്തിന് ആരുമില്ല. തന്നെയുമല്ല, തൻ്റെ അപ്പനെയും അമ്മയെയും പിരിഞ്ഞ മനോപ്രയാസം അവന് വലിയ തോതിലുണ്ട്. ഇതെല്ലാം യാക്കോബിനെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും കല്ല് തലയണയായി വെച്ച് കിടന്നപ്പോഴും അവൻ സുഖവുമായി ഉറങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായിരുന്നവൻ അവന് സമാധാനത്തോടെ കിടത്തിയുറക്കുകയും ദർശനത്തിൽ കൂടി ദൈവം അവനെ സഹായിക്കുവാൻ പിന്തുടരുന്നുണ്ടെന്ന് അവനെ അറിയിക്കുകയും ചെയ്തതിനാലാണ്. യാക്കോബ് കണ്ട സ്വപ്നം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന് തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തിലേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഉദരത്തിൽ വെച്ച് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു. ഒരു അനുഗ്രഹത്തിൻ്റെ പേരും പറഞ്ഞ് സാത്താൻ അവനെ കൊണ്ട് നുണ പറയിക്കുകയും ഉപായി ആക്കുകയും ചെയ്തുവെങ്കിലും ദൈവം അവനെ സഹായിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആണ് നാം കാണുന്നത്. മനഃപൂർവ്വമല്ലാത്ത തെറ്റുകളാണ് യാക്കോബ് ചെയ്തത്. ഓർക്കുക, തെറ്റുകൾ നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുകയില്ല, ലക്ഷ്യം തെറ്റിക്കുകയും ചെയ്യും.
ലാബാൻ്റെ വീട്ടിൽ ചെന്ന് റാഹേലിന് ഭാര്യയായി കിട്ടുമെന്നതിനാൽ കഠിനാധ്വാനം ചെയ്യുവാൻ അവൻ സന്നദ്ധനായി. എന്നാൽ അവൻ വഞ്ചിക്കപ്പെട്ടു. ലേയയെ ലഭിച്ചു. റാഹേലിന് വേണ്ടി വീണ്ടും കഷ്ടപ്പെട്ടു. ഒടുക്കം അവൻ തൻ്റെ സ്വന്തം ഭവനത്തിനു വേണ്ടി അധ്വാനിച്ചു. പലപ്പോഴും അവൻ വഞ്ചിക്കപ്പെട്ടു. അപ്പോഴെല്ലാം ദൈവം അവനെ ദർശനം കൊടുത്ത് താൻ യാക്കോബിനോട് കൂടെ തന്നെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ലാബാൻ്റെ മുഖം വാടുന്നത് യാക്കോബ് കണ്ടു. ദൈവം യാക്കോബിനെ തൻ്റെ ജന്മദേശത്തേക്ക് പോകുവാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. താനും തൻ്റെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും ആടുമാടുകളോടും കൂടി അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. ലാബാനെ വിട്ട് യാക്കോബ് വളരെ ദൂരം ചെന്നെങ്കിലും ലാബാൻ യാക്കോബിനെ പിന്തുടരുന്നു. അവനെ കണ്ടെത്തുന്നതിൻ്റെ തലേരാത്രിയിൽ യഹോവ ലാബാനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിനെ നശിപ്പിക്കുവാൻ പിന്തുടർന്ന ലാബാൻ തന്നെ ഈ കാര്യം യാക്കോബിനോട് ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 29 വാക്യത്തിൽ കൂടി പറയുകയാണ്. നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഒടുക്കം അവൻ തൻ്റെ ദൈവത്തോടുള്ള വാഗ്ദാനങ്ങൾ നിവർത്തിച്ചില്ല. തന്നെ കൊല്ലുവാൻ നോക്കിയ ഏശാവിന് യാക്കോബ് ദശാംശം കൊടുത്തു. ദൈവത്തിന് ദശാംശം കൊടുത്തു എന്ന് ബൈബിളിൽ കാണുന്നില്ല. തൂണായി ബേഥേലിൽ നിർത്തിയ കല്ല് ആലയം ആയില്ല. ബേഥേലിലേക്ക് അവൻ വന്നുപോലുമില്ല. സുക്കോത്തിലേക്ക് അവൻ പോയി. എന്നാൽ ദൈവം അവനെ അവിടെ നിന്ന് പുറപ്പെടുമാറാക്കിച്ചു. യാക്കോബിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ദീന എന്ന തൻ്റെ മകളുടെ നിമിത്തം തൻ്റെ 2 പുത്രന്മാർ യാക്കോബിനെ നാറ്റിച്ചു എന്നാണ് യാക്കോബ് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവം വിശ്വസ്തനാണെന്ന് എന്നും അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല കഷ്ടത്തിൽ നിന്നും അവൻ വിടുവിക്കും നിശ്ചയം. അവൻ്റെ ക്രൂശിനെ വിട്ട് ഓടാതെ അവനുമായി നല്ല സ്നേഹബന്ധത്തിൽ നമുക്ക് ജീവിതം കഴിക്കാം. അവനോട് ചെയ്ത ഉടമ്പടി നമുക്ക് നിവർത്തിക്കാം. വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കുകയും നിത്യജീവന അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, യാക്കോബിന് അങ്ങ് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം അങ്ങ് നിവർത്തിച്ചു. എന്നാൽ യാക്കോബ് അങ്ങേക്ക് തന്ന വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും യാക്കോബ് നിവർത്തിച്ചില്ല. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടവരാതെ അങ്ങേക്ക് തരുന്ന വാഗ്ദാനങ്ങളെല്ലാം നിവർത്തിക്കുവാൻ തക്ക കൃപ അടിയനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും നൽകി തന്ന് സഹായിക്കുകയാണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.